സ്റ്റുഡൻസ്, അപ്പോൾ BARC-ന്റെ ഫൈനലായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് ലൈക്ക് ഫീസ് അടയ്ക്കുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു സീറ്റ് നിങ്ങളുടെ സ്വന്തമായി വരുന്നത്. പക്ഷേ ഇത്തവണ PDF-ലല്ല ഇത് വരുന്നത്. നമുക്ക് ആ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റ് നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അലോട്ട്മെന്റും മെമ്മോ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. വൺസ് നമുക്ക് ആ സീറ്റ് കിട്ടിയത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന പോലെ മറ്റു കാര്യങ്ങൾ ലൈക്ക് ഫീസ് അടയ്ക്കുക, അതുപോലെ തന്നെ 21-ാം തീയതി മുതൽ 24-ാം തീയതി 3 മണി വരെയാണ് ആർക്കിടെക്ചറിന് നേരിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഒറിജിനൽസ്, അതുപോലെ തന്നെ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, +1+2 സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ഇത്തരം എല്ലാ സർട്ടിഫിക്കറ്റുകളും മെമ്മോയിൽ പറയുന്നുണ്ടാവും. അത് പറയുന്നില്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതെല്ലാം കൊണ്ട് കോളേജിൽ ഹാജരായി നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. ഇനി പറയാനുള്ളത്, സെക്കൻഡ് അലോട്ട്മെന്റ് എഞ്ചിനീയറിംഗിൻ്റെ ഒപ്പമാണ് ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് അലോട്ട്മെന്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും, അതനുസരിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നിങ്ങളെ അവർ പരിഗണിക്കുകയുള്ളൂ. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാത്ത ആരെയും തന്നെ നെക്സ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പരിഗണിക്കുന്നതല്ല. ഈ അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയവർക്കും സീറ്റ് കിട്ടാത്തവർക്കും കൺഫേം ചെയ്തുകൊണ്ട് അടുത്ത അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമാവുന്നതാണ്. എക്സ്ട്രാ ഓപ്ഷൻസിൽ ആഡ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. പക്ഷേ ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ ഹയർ ഓപ്ഷൻസുകൾ മാത്രമാണ് പരിഗണിക്കുക. ഹയർ ഓപ്ഷൻസ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോളേജിലെ സീറ്റ് മിസ്സായിട്ടാണ് ഹയർ ഓപ്ഷനിലേക്ക് കിട്ടുക. ഹയർ ഓപ്ഷൻസ് കിട്ടാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോളേജിലെ സീറ്റ് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹയർ ഓപ്ഷൻസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ആരുടെയും സീറ്റ് നഷ്ടപ്പെടില്ല. കിട്ടുകയാണെങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് മാറ്റി കിട്ടുക എന്ന കാര്യമാണ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾ ഫീസ് അടയ്ക്കാതെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ വൺസ് ഫീസ് അടച്ച അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഡയറക്റ്റ് വിളിക്കാം. അപ്പോൾ എൻ്റെ നമ്പർ തരും, അല്ലെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. 10 വർഷത്തിലേറെയായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ എൻട്രൻസ് പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നതിന് പരിശീലനം നൽകുന്ന മുൻനിര സ്ഥാപനമായി മുന്നേറുകയാണ് തൃശൂരിലെ ഇഗ്നൈറ്റ് കോച്ചിംഗ് സെന്റർ. ഇത്തവണ കീം ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയിൽ SC വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത് ഇഗ്നൈറ്റിലെ വിദ്യാർത്ഥിനി PS അനുഷയാണ്. ചൂണ്ടൽ പുളിക്കൽ വീട്ടിൽ ഷാജുവിൻ്റെയും വിനീതയുടെയും മകളായ അനുഷ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. കീമിലെ കാറ്റഗറി ലിസ്റ്റിലെ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ ഇഗ്നൈറ്റിലായിരുന്നു. അവിടെ ചേർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും അവരുടെ ക്ലാസ്സുകൾ നമ്മളെ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. അനുഷയുടെ മിന്നും നേട്ടത്തിൽ അനുമോദനവുമായി വീട്ടിലെത്തിയ ഇഗ്നൈറ്റിന്റെ അക്കാദമിക് ഡീൻ അഭിലാഷ്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊത്ത് മധുരം പങ്കുവച്ച് വിജയം ആഘോഷിച്ചു. തൃശൂർ സരോജ ഹോസ്പിറ്റലിന് സമീപം തെക്കനയിൽ പ്ലാസയിൽ പ്രവർത്തിച്ചു വരുന്ന ഇഗ്നൈറ്റ് നാറ്റ കോച്ചിംഗ് സെന്റർ വിദ്യാർത്ഥികളുടെ ഭാവി സ്വപ്നങ്ങൾക്ക് ഉയർന്ന റാങ്കിന്റെ